പ്രണയം എന്നത് ജീവിതത്തിലെ അതിമനോഹരമായ സംഗതിയാണ്. പ്രണയിക്കുന്നവരെ കാണുമ്പോൾ ഹൃദയം പടപടാന്ന് മിടിക്കും, കാലുകൾ തളരുന്നത് പോലെ തോന്നും, മുഖം ചുവക്കും. ഇതെല്ലാം പ്രണയത്തിൻ്റെ ലക്ഷണങ്ങളാണ്. വിവാഹം കഴിഞ്ഞാലും പങ്കാളിയോടുള്ള പ്രണയം നഷ്ടപ്പെടില്ല. ഹണിമൂൺ കാലത്തും പിന്നീടുമെല്ലാം പങ്കാളിയോട് തീവ്രമായ അഭിനിവേശവും സ്നേഹവും തോന്നും. പക്ഷേ ദാമ്പത്യത്തിൽ ഉടനീളം ആ പ്രണയം നിലനിൽക്കുമോ എന്ന സംശയം പല ദമ്പതിമാർക്കുമുണ്ട്. സിനിമകളിലും മറ്റും നമ്മൾ കാണുന്ന ദിവ്യ പ്രണയം കാലങ്ങളോളം നിലനിൽക്കുന്നതാണ്. പക്ഷേ അത് സത്യമല്ല. ദാമ്പത്യത്തിലെ തീവ്ര പ്രണയം എല്ലാ കാലവും നിലനിൽക്കുന്നതല്ല എന്നാണ് ശാസ്ത്രം നൽകുന്ന സൂചന. അതായത് തീവ്ര പ്രണയത്തിനും ഒരു കാലപരിധിയുണ്ടത്രേ. തീവ്ര പ്രണയത്തിൻ്റെ കാലപരിധി ദാമ്പത്യം ആരംഭിച്ച് 2-3 വർഷമാണ്. പങ്കാളികൾക്കിടയിൽ തീവ്ര പ്രണയം ഉണ്ടായിരിക്കുക എന്ന് പ്രശസ്ത ന്യൂറോളജിസ്റ്റായ ഡോക്ടർ ഫ്രെഡ് നൗർ പറയുന്നത്. ഇത് പങ്കാളിയോട് പരിഭവപ്പെടേണ്ടതില്ല. ഇതെല്ലാം തലച്ചോറിലെ രാസവസ്തുക്കളുടെ പ്രവർത്തനമാണ്. പ്രത്യുൽപാദനം, ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകൽ, പക്വതയെത്തും വരെ ആ കുഞ്ഞിനെ നോക്കി വളർത്തുക എന്നിവയ്ക്കായി പ്രകൃതി നിശ്ചയിച്ച കാലപരിധിയാണിത്. അതായത് പ്രണയം സംഭവിക്കുന്നത് തലച്ചോറിലാണെന്ന് സാരം. ജീവിതകാലം മുഴുവൻ തീവ്ര പ്രണയം സംഭവിക്കില്ലെന്നാണ് പറയുന്നത്. പ്രണയത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രണയത്തിൻ്റെ സ്വഭാവത്തിലും അളവിലും മാറ്റം വരും. അത് അംഗീകരിച്ചാൽ ദമ്പതിമാർക്കിടയിലെ പല പ്രശ്നങ്ങളും ഇല്ലാതാകും. പ്രണയത്തിൻ്റെ 4 ഘട്ടങ്ങൾ ഇതാണ്. 1. പങ്കാളിയെ കണ്ടെത്തുക. ജീവിതം പങ്കിടാൻ പങ്കാളിയെ കണ്ടെത്തുന്ന ഘട്ടമാണിത്. ഉപബോധ തലത്തിലാണ് ഈ ഘട്ടത്തിൻ്റെ ഭൂരിഭാഗവും നടക്കുന്നത്. തോന്നലുകളും പ്രേരണകളുമാണ് പങ്കാളിയിലേക്ക് നമ്മളെ നയിക്കുക. നിറയെ ആളുകളുള്ള ഒരു മുറിയിൽ ഒരു വ്യക്തി അയാൾക്ക് ഏറ്റവും ചേരുന്ന ഇണയിലേക്ക് ആകർഷിക്കപ്പെടുമെന്നാണ് സയൻസ് പറയുന്നത്. 2. റൊമാൻസ്. ഇത് പ്രണയത്തിൻ്റെ ആരംഭം. പ്രണയത്തിൻ്റെ ഈ ഘട്ടമാണ് എല്ലാവരും പ്രണയമായി തിരിച്ചറിയുന്നത്. ഏറ്റവും ആവേശമുള്ള ത്രില്ലിംഗ് ആയ ഘട്ടമാണിത്. അന്ധമായ പ്രണയം സംഭവിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിൽ പ്രണയിക്കുന്ന ആളെ യഥാർത്ഥത്തിലുള്ളവരെക്കാളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലാണ് നമ്മൾ കാണാൻ ശ്രമിക്കുക. മോണോ അമീനുകൾ എന്നറിയപ്പെടുന്ന തലച്ചോറിലെ രാസവസ്തുക്കളാണ് ഈ ഘട്ടത്തിൽ തീവ്രമായ വികാരങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്നത്. യഥാർത്ഥ പ്രണയത്തിനായി ഒരാളെ തയ്യാറെടുപ്പിക്കുക എന്ന ലക്ഷ്യം ഈ ഘട്ടത്തിനുണ്ട്. ഈ ഘട്ടത്തിൽ പങ്കാളിയോട് സ്നേഹം തോന്നുന്നില്ലെങ്കിൽ അവസാന ഘട്ടം വരെ ആ പ്രണയം എത്തില്ല. 3. പ്രണയനഷ്ടം. ഇതാണ് പ്രണയത്തിൻ്റെ 3ാമത്തെ ഘട്ടം. മാതൃകാ ദമ്പതികൾ എന്നറിയപ്പെടുന്നവരും എവർഗ്രീൻ കപ്പിൾ എന്ന് വിളിക്കപ്പെടുന്നവർ പോലും ഈ ഘട്ടത്തിലൂടെ കടന്നു പോകാറുണ്ട്. റൊമാൻറ്റിക് പ്രണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ദാമ്പത്യത്തിലെ സ്നേഹത്തെ വിലയിരുത്താൻ ശ്രമിക്കുന്നവർ പ്രണയത്തിൻ്റെ ഈ ഘട്ടത്തിൽ അസ്വസ്ഥരാകും. പങ്കാളിക്ക് തന്നോടുള്ള സ്നേഹം അസ്തമിച്ചുവെന്നും അവർ തങ്ങളെ വേണ്ടെന്ന് വെച്ചു എന്നുമൊക്കെ കരുതും. എന്നാൽ പങ്കാളിയുടെ യഥാർത്ഥ സ്വഭാവവും താല്പര്യങ്ങളും തിരിച്ചറിയാൻ ഉതകുന്ന ഘട്ടമാണിത്. ഈ ഘട്ടത്തിന് ഒരു ഉദ്ദേശമുണ്ട്. പ്രണയാനുഭവങ്ങൾ നൽകുന്ന തലച്ചോറിലെ കെമിക്കലുകൾ നഷ്ടപ്പെട്ടു തുടങ്ങുമ്പോൾ ആളുകൾ യാഥാർത്ഥ്യം കാണാൻ ആരംഭിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. കൂടാതെ പ്രണയത്തെ പുനർമൂല്യനിർണയം നടത്തുന്ന ഘട്ടം കൂടിയാണിത്. മിക്കവാറും ആളുകൾ വിവാഹമോചനം നടത്തുന്നതും ഈ ഘട്ടത്തിലാണ്. ദാമ്പത്യത്തിൽ പ്രണയമില്ല എന്ന തിരിച്ചറിവിൽ പലരും വിവാഹമോചനം തിരഞ്ഞെടുക്കുന്നു. എന്നാൽ ഈ ഘട്ടത്തിലും പങ്കാളിയുടെ സ്നേഹം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മറ്റാരോടും പ്രണയം തോന്നില്ല, വിവാഹമോചനത്തിനും ശ്രമിക്കില്ല എന്നതാണ് സത്യം. 4. യഥാർത്ഥ സ്നേഹം. പ്രണയത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടമാണിത്. തീവ്ര പ്രണയവും അഭിനിവേശവും അവസാനിച്ചിട്ടും തിരഞ്ഞെടുത്ത പങ്കാളി തന്നെയാണ് തൻ്റെ ഉചിതമായ പങ്കാളിയെന്ന് തിരിച്ചറിയുന്ന ഘട്ടമാണിത്. ഇത് ക്രമേണയായി വളരെ പതുക്കെ തോന്നുന്ന കാര്യമാണ്. മുൻഘട്ടം അവസാനിച്ച് 2-3 വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും ഈ ഘട്ടം അനുഭവപ്പെടുക. പിന്നീടുള്ള വർഷങ്ങളിൽ വളരെ ആഴത്തിലുള്ള ബന്ധം പങ്കാളികൾക്കിടയിൽ രൂപപ്പെടും. ബ്രെയിനിലെ നോനാപെപ്റ്റൈഡുകൾ എന്നറിയപ്പെടുന്ന കെമിക്കലുകളാണ് ഈ സ്റ്റേജിൽ പങ്കാളിയുമായുള്ള ആഴത്തിലുള്ള പ്രണയം മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. വലുതാകുന്നതുവരെ ഒന്നിച്ച് കുട്ടികളെ പരിപാലിക്കാനുള്ള പ്രകൃതിയുടെ സൂത്രമാണിത്. സന്തോഷം നിറഞ്ഞ ശക്തമായ എന്നും നിലനിൽക്കുന്ന ദാമ്പത്യമാണ് ഇതിൻ്റെ ഫലം.
അപ്പോൾ ഫ്രണ്ട്സ്, ഈ പറഞ്ഞ 4 ഘട്ടം പ്രണയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ്. ഈ 4 ഘട്ടത്തിലും ജയിക്കാൻ കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതം സന്തോഷകരവും സമാധാനപരവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.